ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കണമെന്ന ആവശ്യവുമായി BJP സ്ഥാനാർത്ഥി മഹാരാഷ്ട്ര അഹമ്മദ് നഗറിൽ പരാജയപ്പെട്ട സുജയ് വിഖെ പാട്ടീലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ പ്രതിപക്ഷത്തിന് മാത്രമല്ല BJPയിലെ ചില സ്ഥാനാർത്ഥികൾക്കും EVM-ന്റെ കാര്യത്തിൽ സംശയമുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടുമാണ്. ഈ സുജയ് വിഖെ പാട്ടീൽ പറയുന്നത് ഈ EVM-യുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുള്ളതാണ്. EVM-ൽ ക്രമക്കേടുകൾ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന അഥവാ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള വിവരങ്ങളാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തൻ്റെ അവകാശത്തെ സംരക്ഷിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ താനും തൻ്റെ ഏജന്റുമാരും ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ പരിശോധിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. EVM-ന്റെ സമഗ്രമായിട്ടുള്ള പരിശോധന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ EVM-ന് പ്രധാനമന്ത്രി പോലും ക്ലീൻ ചിറ്റ് നൽകി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ആൾ സമർപ്പിച്ചിരിക്കുന്ന ഈ പരാതിക്ക് അത് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെയാണ് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി പരിശോധിച്ച് തുടർ നടപടികൾ ആവശ്യമെങ്കിൽ അത് തീരുമാനിക്കും. അഥവാ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമല്ല സ്വീകരിക്കുന്നതെങ്കിൽ കോടതിയെ സമീപിക്കാനായിട്ടാണ് ഈ മുൻ BJP സ്ഥാനാർത്ഥിയുടെ തീരുമാനം. അവർ ഇക്കാര്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയെന്നും വിവരമുണ്ട്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നിന്നാണ് ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. സുജയ് വിഖെ പാട്ടീൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി തള്ളുന്ന സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുകയാകും അടുത്ത നടപടിയായി ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സംശയം ഉന്നയിച്ചിരിക്കുകയാണ് BJP സ്ഥാനാർത്ഥി. വിവരങ്ങൾ നൽകിയത് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.